ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വിചാരിച്ച് രാവിലെ പുട്ടും പഴട്ടത് യൂട്യൂബിലൊക്കെ കണ്ട് എനിക്ക് കഴിക്കാൻ തന്നിട്ട് അമ്മ പുട്ടും മാങ്ങയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ എപ്പോഴും വീട്ടിൽ പോകാറില്ല കേട്ടോ. കാരണം അവിടെ എല്ലാവരും ബിസിയാണ്. അച്ഛനും അമ്മയും അനിയനും ജോലിക്ക് പോകും, ഉണ്ണികളും സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഇടയ്ക്കായിട്ട് പോകാറുള്ളൂ. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോൾ ചെന്നത് അവൻ ബാറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുഡ് നോക്കിയപ്പോൾ മോരുകറിയൊക്കെ ഇട്ട്. എനിക്ക് മോരുകറി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു. അമ്മ ഞങ്ങൾ വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് സർപ്രൈസ് ആയി പോയത്. ഉണ്ണികൾക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് ശനി ഞായറില്ല. അപ്പോൾ 2 ദിവസം പോയി നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എന്താ പറയുക, പൊതിച്ചോറാക്കിയിട്ട് ക്യാബേജ് ഉപ്പേരി, മോരുകറിയും പിന്നെ അമ്പാഴങ്ങ അച്ചാറും പപ്പടം, പിന്നെ അമ്പാഴങ്ങ ഉപ്പിലിട്ട് അമ്പാഴങ്ങ കൂടിയിട്ട് ഞാൻ പൊതിച്ചോറാക്കി. അത് പൊതിച്ചോറ് കെട്ടി വെച്ച് ഞങ്ങൾ ഉറങ്ങി കേട്ടോ. കനിയാണ്. ഉണ്ണി ഉറങ്ങിയ ഗ്യാപ്പിൽ അവളെൻ്റെ അടുത്ത് വന്ന് കിടന്നതാ. ഉറങ്ങി എണീറ്റൊരു 3 മണിയൊക്കെ ആയപ്പോൾ പൊതി തുറന്ന് നോക്കിയിട്ടോ. അവർ ഫസ്റ്റ് ടൈം കണ്ടിട്ട് പൊതിച്ചോറ് കാണുന്ന സംഭവം. ഇത് എത്രയുള്ളൂ എന്ന് അവർക്കറിയില്ല. ഇവിടെ തുറന്ന് നോക്കിയിട്ട് കണ്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇത് സാധാരണ എന്നല്ല കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് കാണുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എന്നെ കളിയാക്കിയിട്ട് ചെയ്തത്, ഇതാണോ നീ പറഞ്ഞ പൊതിച്ചോറ്. അവർ വേറെ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ തുറക്കുമ്പോഴും കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യം 3 പേരും കഴിച്ചിട്ട് പിന്നെ അവർക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ കുറേ ചോറാക്കി. കാരണം ഞാൻ വാരി കൊടുത്തിട്ട് അത് നമുക്ക് കഴിയാൻ കുറച്ചും കൂടി എളുപ്പം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 മണിയായപ്പോൾ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അനിയനൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങൾ ആടുണ്ടാക്കുക വിചാരിച്ചിട്ട് ഓരോരുത്തർ ഒരേ പണി ചെയ്ത് ഇലയൊക്കെ തുടച്ചു. കനി ശർക്കര ചിരക്കി തന്നു, അനിയൻ നാളികേരമൊക്കെ ചിരക്കി തന്നു കേട്ടത്. യാശുട്ട ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഗോതമ്പും പിന്നെ അരിയും കൂടെ ഉണ്ടാക്കിയിട്ട് ഞാൻ പൊടിയൊക്കെ കുഴച്ചിട്ട് പരത്തണം ഡ്യൂട്ടി എനിക്കായിട്ട് ഞാൻ ഒപ്പം അത് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മേലെ എഴുതിയിട്ടാണ് ഞങ്ങൾ അടക്കം ചൂടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നപ്പോൾ അവർ ചീട്ട് കളിക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ചീട്ട് കളിക്കാൻ അറിയില്ല. എനിക്ക് ഈ 1, 2, 3 അറിയാം. ഇതുവരെന്തോ കഴുതിയ കളിക്കുന്നത് എനിക്ക് ഒട്ടും അറിയില്ല കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. കനിഷ്കയ്ക്ക് വരെ അറിയാം, എന്നിട്ട് എനിക്കറിയില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് കനി ഇവരൊക്കെ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നപ്പോൾ അച്ഛനും കൂടിയിട്ട് എന്നിട്ട് അവർ 4 പേരും TV ഓൺ ആക്കിയിട്ടാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. യാശുട്ട് അതിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ അടുക്കളയിൽ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ അമ്മ ചിക്കൻ കറി ഒക്കെ ആയി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവർ കളിച്ചോട്ട് വെച്ച് ഞാൻ അമ്മയെ സംസാരിച്ചിരുന്നു. യാശുട്ടൻ കുറച്ച് നേരം TV ഒക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവനൊരു ഐസ്ക്രീം എടുത്ത് കൊടുത്തിട്ട് കുറച്ച് ഐസ്ക്രീം കഴിച്ചിട്ട് അവൻ എനിക്ക് തന്നിട്ട്. അത് ഞാൻ അവനെ മേലൊക്കെ കഴിച്ച് ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ കഴിച്ചിട്ട് ബെഡ്മ വന്നിരുന്നു കേട്ടോ. അപ്പത്തിന് അവൻ ബുക്കൊക്കെ കണ്ടു. കുറേ ദിവസമായിട്ടോ എന്താ പറയുക, ബുക്കൊക്കെ ചീന്താൻ കിട്ടിയിട്ട് ഞാൻ കൊടുക്കാറേയില്ല. ആളെ കണ്ടപ്പോൾ ആൾ ചീന്തു. അത് കഴിഞ്ഞിട്ട് ആളെ കൂട്ടി നൈസായിട്ട് ഞാൻ ബുക്ക് പൊതിയായിരുന്നു കേട്ടോ. ആളെ ഒതുക്കി ബുക്ക് പൊതിയായിരുന്നു. കാരണം രാവിലെ ഞാൻ നേരത്തെ വീട്ടിൽ പോയി. എനിക്ക് പഴനി പോകേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾ തിങ്കളാഴ്ച പഴനി പോകാൻ വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പോകണം. കാരണം രാത്രി ഇങ്ങനെ ബുക്കൊക്കെ പൊതിഞ്ഞ് 3 പേരും കൂടി ഇവർക്കൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് എനിക്കിഷ്ടമായിട്ടോ. സ്കൂൾ തുറക്കുമ്പോൾ ബുക്ക് പുതിയ സാധനങ്ങൾ സ്കൂൾ സാധനങ്ങളൊക്കെ കാണും. ഇവർക്ക് ടെസ്റ്റ് മാത്രമായിട്ട് പൊതിയുണ്ടായിരുന്നുള്ളൂ. നോട്ട് ബുക്കൊക്കെ ഇവർ ഓൾറെഡി പൊതിഞ്ഞു. ഇപ്പോൾ ഏകദേശം 1 വീക്കായില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ടെസ്റ്റ് കിട്ടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ടെസ്റ്റ് മാത്രമേ എന്നോട് പൊതിയാൻ പറഞ്ഞു. അച്ഛനമ്മ ഈ വൈകിട്ട് വരുമ്പോൾ ടൈമൊക്കെ ആവുന്നതുകൊണ്ട് അവർക്കൊന്നും ഇതുവരെ ഒരാഴ്ചയായിട്ടും സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ ട്യൂഷന് പോകും. പിന്നെ ടെസ്റ്റൊന്നും നമ്മൾ ആദ്യത്തെ വീക്കിൽ കൊണ്ടുപോയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പൊതിയാൻ ഞാൻ വരട്ടേന്ന് വെച്ചിങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ പൊതിഞ്ഞു കൊടുത്തു. ഇവർ 2 പേരും ക്യാമറ കണ്ടപ്പോൾ നോക്കിക്കൊണ്ട് യാശുട്ടും കുറച്ചൊക്കെ ഇതെടുക്കുന്നുണ്ട്. എന്നാലും ആൾ ഒതുങ്ങിയിരുന്നു കേട്ടോ. ആളുടെ കയ്യിലുള്ള സാധനം വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ ആൾ ഒതുങ്ങിയിരിക്കും. പിന്നെ കനി മക എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടമാണോ വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമല്ല. അതാണ് സംഭവം. അവളായിട്ട് കളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര വെറുതെയാണ്. അവരെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കുക, മുടി പിടിച്ച് വലിക്കുക, ഇതൊക്കെ ആയിട്ടാണ് മെയിൻ ഹോബീസ് പറയുന്നത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതാക്കി അതിന് ചോറ് കൊടുത്തിട്ടായിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ നേരത്തെ കടന്നുറങ്ങിയിട്ട്. കാരണം രാവിലെ എനിക്ക് നേരത്തെ വീട്ടിൽ പോകണം. അപ്പോൾ ബായ്.